ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 54 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. തൻ്റെ ശിഷ്യന്മാരുടെ മനസ്സിൽ ജ്വലിക്കുന്ന കോപം വാക്കുകളായി തൻ്റെ ശിഷ്യരിൽ നിന്നും കേൾക്കുന്ന അവരുടെ സ്നേഹനിധിയായ ഗുരു യേശു. സമരിയക്കാരുടെ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ തങ്ങളെയും തങ്ങളുടെ ഗുരുവിനെയും സ്വീകരിക്കാതെ തങ്ങളെ അധിക്ഷേപിക്കുന്നത് കണ്ട് ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 2 പേർ, യാക്കോബും യോഹന്നാനും, ക്രോധത്താൽ യേശുവിൻ്റെ അനുവാദം ചോദിക്കുകയാണ്. ഈ ഗ്രാമത്തെ നശിപ്പിക്കാൻ അഗ്നി സ്വർഗത്തിൽ നിന്നും ഇറക്കുവാൻ ഞങ്ങൾ നീ തന്നിട്ടുള്ള ശക്തി ഉപയോഗിക്കട്ടെ എന്ന്. അവരുടെ മനസ്സിൽ ആ സമയം വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ തങ്ങൾ വായിച്ചു കേട്ടിട്ടുള്ള ഏലിയാവിനെക്കുറിച്ചായിരുന്നിരിക്കണം ചിന്ത. തങ്ങളുടെ ഗുരുവിൻ്റെ കൂടെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെട്ട അതേ ഏലിയാവ്. അന്ന് ശമരിയ രാജാവായിരുന്ന അഹസ്യാവ് രാജാവിൻ്റെ ദീനത്തിന് സൗഖ്യം ലഭിക്കുമോ എന്നറിയാൻ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് ചോദിപ്പാൻ അയച്ച ദൂതന്മാരെ തടഞ്ഞതും, പിന്നീട് രാജാവ് 2 പ്രാവശ്യം ഏലിയാവിനെ തൻ്റെ മുൻപിൽ ഹാജരാക്കാൻ അയച്ച 50 പേരെയും അവരുടെ അധിപനെയും ആകാശത്തു നിന്നും തീയിറക്കി ദഹിപ്പിച്ചതും, പല കുറി വായിച്ചു കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ ആ 2 ശിഷ്യന്മാർ, അവരുടെ എല്ലാമായ ഗുരു, ആരാധ്യ പുരുഷനായ യേശു അപമാനിക്കപ്പെടുന്നത് കണ്ട് സമരിയക്കാരോടുള്ള വെറുപ്പ് മനസ്സിൽ നിറഞ്ഞതുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിലെ നശീകരണത്തിനായുള്ള വാഞ്ചനയും വിദ്വേഷം ജ്വലിക്കുന്ന സ്വരവും തിരിച്ചറിയുന്ന യേശു, അവരെ യേശു വഴക്കു പറയുന്ന സമയം യേശു അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യജീവനെ നശിപ്പിക്കാനല്ല, മറിച്ച് മനുഷ്യജീവനെ രക്ഷിപ്പാനാണ് വന്നത് എന്നുള്ളത്. തൻ്റെ ശിഷ്യരെ തിന്മയ്ക്ക് പകരം തിന്മ എന്നല്ല, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന പുതിയ നിയമം പഠിപ്പിക്കുന്ന യേശു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ എതിർപ്പുണ്ടായാൽ, ഉപദ്രവം സഹിക്കേണ്ടി വന്നാൽ അവർക്കെതിരെ തിരിച്ചടി നൽകുവാൻ മുതിരാതെ അവരെ കൂടി ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ക്രിസ്തീയ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, സഹിഷ്ണുതയുടെ മുഖം തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ഓരോ ശിഷ്യനും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന യേശു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ ആ യേശു നാം ഓരോരുത്തരോടുമായി പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന്. ആ ഗുരുവിൽ നിന്നും നമുക്ക് പഠിക്കാം. താൻ തിരഞ്ഞെടുത്ത കുരിശിൻ്റെ വഴി അത് ക്ഷമയുടെ വഴിയായിരുന്നു എന്നും, അത് കാരുണ്യത്തിൻ്റെ, സ്വന്തം കൂട്ടുകാരനു വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ് എന്നുള്ളതും. നിങ്ങളെ വെറുക്കുന്നവരെ വെറുക്കാതെ, അവർക്കെതിരെ മനസ്സിൽ വിരോധം സൂക്ഷിക്കാതെ, എല്ലാം മറക്കുവാനും പൊറുക്കുവാനുമുള്ള ഹൃദയം, അങ്ങനെയുള്ള ഹൃദയത്തിനുടമയായ യേശു നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.